ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. ഇന്ന് അഗെയിൻ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ 60 ഡേയ്സ് കേരള സെറ്റ് എക്സാം ചാലഞ്ചിൻ്റെ കോൺസെപ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നേക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ അതിനങ്ങനെ വീഡിയോസ് ചെയ്യലുണ്ടായിരുന്നില്ല. വി ആർ ഡൂയിങ് ടോപ്പിക് വൈസ് MCQs, കുറച്ച് ടോപ്പിക്സും അത് റിലേറ്റഡ് ആയിട്ടുള്ള MCQs ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത് മിസ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്ക് ടു റുട്ടീൻ ആൻഡ് അഗെയിൻ നമ്മളുടെ ഒരു ടോപ്പിക് കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് കേട്ടോ. ആൻഡ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്ന പോലെ ഇന്ന് പഠിക്കുന്നുണ്ടായിരിക്കുക ദാറ്റ് ഈസ് ഫ്രം ന്യൂറോ ഫിസിയോളജി എന്ന് പറഞ്ഞ യൂണിറ്റിലെയാണ്. ആൻഡ് അതിനകത്ത് 3 ടോപ്പിക്സ്, ഒരു 5 ടോപ്പിക്സ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റഡി സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ, പിന്നെ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്, സിനാപ്സ് എന്താണെന്ന് പഠിക്കണം, സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പഠിക്കണം, ദെൻ റിഫ്ലക്സ് ആക്ഷൻ പഠിക്കണം. റിഫ്ലക്സ് ആക്ഷൻ്റെ കൂട്ടത്തിൽ കൂടെ റിഫ്ലക്സ് ആർക്കും കൂടെ നമ്മൾ പഠിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, കുറേയൊക്കെ പുതിയ കാര്യങ്ങളായിരിക്കും. അപ്പോൾ എനിവേ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ എൻഡ് വരെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞ് വൈകിപ്പിക്കുന്നില്ല. വിൽ സ്റ്റാർട്ട് ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾക്ക് സ്ട്രക്ചർ ഓഫ് ന്യൂറോണിന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ലൈക്ക് ഈ ന്യൂറോൺ വരുന്നത് നമ്മളുടെ ബോഡിയിലുള്ള ഒരു സിസ്റ്റത്തിലാണ്. നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. ന്യൂറൽ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് ആണ് ഈ ന്യൂറോൺ എന്ന് പറയുന്ന സെല്ല്, ദെൻ ബ്രെയിന്, ദെൻ സ്പൈനൽ കോഡ്. നിങ്ങളുടെ സിലബസ് പ്രകാരം വി ഡോണ്ട് ഹാവ് ടു സ്റ്റഡി അബൌട്ട് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. നമ്മൾക്ക് ഈ ന്യൂറോണിനെ പറ്റി മാത്രം ഈ ഒരു സിസ്റ്റത്തിൽ പഠിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ന്യൂറോൺ മാത്രമായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളുടെ ന്യൂറൽ സിസ്റ്റം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിലെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് ന്യൂറോൺ. മൈക്രോസ്കോപ്പിക് ആണ് ഈ സെല്ല്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പറഞ്ഞ പോലെ സെല്ലിൽ ചില ഓർഗാനിസംസിനകത്തൊക്കെ അല്പം സൈസ് ഉള്ള രീതിയിൽ ഒരു 90 to 100 സെൻറ്റിമീറ്റേഴ്സ് ഒക്കെ സൈസ് വരുന്ന രീതിയിൽ ന്യൂറോണിനെ കാണാറുണ്ട്. ആൻഡ് നമ്മളുടെ ബോഡിയിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ലോങ്ങസ്റ്റ് സെല്ലാണ് ഈ ന്യൂറോൺ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇറ്റ് ഇസ് എ ലോങ്ങസ്റ്റ് സെൽ ഓഫ് അവർ ബോഡി. ആൻഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന ന്യൂറോണിന് ഒരുപാട് പാർട്സ് ഉണ്ടെങ്കിലും മേജറായിട്ട് അതിനെ 3 പാർട്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്: സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ആക്സോൺ. അപ്പോൾ ഈ 3 പാർട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടും. അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒപ്പം ചേർന്ന് പോകുന്ന കുറച്ച് പാർട്സും കൂടെ നമ്മൾ പരിചയപ്പെടുന്നുണ്ടായിരിക്കും. അപ്പോൾ സെൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ മേജർ പോർഷൻ. ഒരു റൗണ്ട് ഷേപ്പിലിരിക്കുന്ന ഒരു പോർഷനാണ്. അവിടെ നമ്മൾക്ക് ന്യൂക്ലിയസ് കാണാൻ പറ്റും, സൈറ്റോപ്ലാസം കാണാൻ പറ്റും. ടിപ്പിക്കലായിട്ടുള്ള സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ട്. മോസ്റ്റ്ലി കാണാത്ത ഒരു സെൽ ഓർഗനൽ ഏതാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സെൻട്രിയോൾ. നമ്മളുടെ സെൽ ബോഡിയുടെ ആ സെൽ ഓർഗനൽസിൻ്റെ കൂട്ടത്തിൽ വിൽ നോട്ട് ബി ഏബിൾ ടു ഫൈൻഡ് സെൻട്രിയോൾസ്. ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ കുറച്ച് ഗ്രാന്യൂൾസ് കാണാൻ പറ്റും, ചെറിയ ചെറിയ തരികൾ പോലെ. ആ ഗ്രാന്യൂൾസിനെ നമ്മൾ നിസിൽസ് ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാം. പിക്ചർ കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് സെൽ ബോഡിക്കകത്തുള്ളത്. പിന്നെ ഈ സെൽ ബോഡിയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ബ്രാഞ്ചസ് മാതിരി ഇങ്ങനെ ചെറിയ ചെറിയ ഫൈബേഴ്സ് പുറത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിനകത്തും ഈ നിസൽസ് ഗ്രാന്യൂൾസ് കാണാനായിട്ട് പറ്റും. അങ്ങനെ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നവരെ നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് നമ്മുടെ ബോഡിയിൽ ഒരു ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇമ്പൾസിനെ ഏറ്റവും ആദ്യം റിസീവ് ചെയ്യുന്നത് ഈ ഡെൻഡ്രൈറ്റ്സ് ആണ്. ഈ റിസീവ് ചെയ്ത ഡെൻഡ്രൈറ്റ്സ് ആയിരിക്കും അതിനെ പിന്നെ സെൽ ബോഡിയിലോട്ട് കൊടുക്കുന്നുണ്ടായിരിക്കാം. പിടികിട്ടിയോ? പിന്നെ ഈ ഒരു സെല്ലിൻ്റെ ഏറ്റവും ലോങ്ങസ്റ്റ് പാർട്ടാണ് ആക്സോൺ എന്ന് പറയുന്നത്. ഭയങ്കര നീളമുള്ള ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ആക്സോണിൻ്റെ ബ്രാഞ്ചസിനെ നമ്മൾ ആക്സോണൈറ്റ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഈ ബ്രാഞ്ചിൻ്റെ അറ്റത്തായിട്ട് ഒരു ബൾബ് മാതിരത്തെ ഭാഗമുണ്ട്. അതിന് സിനാപ്റ്റിക് നോബ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കേണ്ടായിരിക്കുക. സിനാപ്റ്റിക് നോബിനകത്ത് കുറേ വെസിക്കിൾസ് ഉണ്ട്. ആ വെസിക്കിൾസിനെ നമ്മൾ സിനാപ്റ്റിക് വെസിക്കിൾസ് എന്ന് വിളിക്കും. അതിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞ കെമിക്കൽസ് ഒത്തിരി കാണാനായിട്ട് പറ്റും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പൾസ് വന്നു, അത് ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലോട്ട് പാസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് കെമിക്കൽസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ 2 ന്യൂറോണുകൾക്ക് ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിനെ നമ്മൾ സിനാപ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. സിനാപ്സിലാണ് പൊതുവെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കുക. എ ഫ്യൂ എക്സാമ്പിൾസ് ഫോർ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇസ് ലൈക്ക് അസറ്റൈൽകോളിൻ, ഡോപ്പമിൻ, അങ്ങനെയുള്ളതൊക്കെ. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഐഡിയ എന്ന് പറയുന്നത്. ആൻഡ് പൊതുവെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ആക്സോൺസ് ആണ് സെൽ ബോഡിയിൽ നിന്ന് വന്നിട്ടുള്ള ഇമ്പൾസസിനെ ബാക്കിയുള്ള ഭാഗത്തേക്കൊക്കെ പറഞ്ഞു വിടുന്നത്. ഏറ്റവും ആദ്യം ഡെൻഡ്രൈറ്റ്സ് റിസീവ് ചെയ്തു, സെൽ ബോഡിക്ക് കൊടുത്തു, സെൽ ബോഡി ആക്സോണിന് കൊടുത്തു, ആക്സോണിൽ നിന്ന് പിന്നെ നെർവ് എൻഡിങ്ങിലെത്തും, നെർവ് എൻഡിങ്ങിൽ നിന്ന് സിനാപ്സ് വഴിയായിട്ട് അടുത്തൊരു ന്യൂറോണിലോട്ടോ അല്ലെങ്കിൽ ഒരു ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലോട്ട് പോകും. ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂറോണിൻ്റെയും ഒരു മസിലിൻ്റെയും അല്ലെങ്കിൽ മസിൽ ഫൈബറിൻ്റെയും ഇടയ്ക്കുള്ള ഒരു പോർഷൻ. ദാറ്റ് ഇസ് എ പോയിന്റ് വെയർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ മീറ്റ്സ്. അവർ രണ്ടുപേരും കൂട്ടുമുട്ടുന്ന ഒരു ജംഗ്ഷനെയാണ് നമ്മൾ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടായിരിക്കാം. പിടികിട്ടിയോ? യെസ്.
ആൻഡ് ഞാൻ നിങ്ങൾക്കിവിടെ നമ്മളുടെ ന്യൂറോണിൻ്റെ പിക്ചർ കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി പോർഷൻസിലോട്ട് പോവാം കേട്ടോ. ഇതാ നിങ്ങളിവിടെ ഇപ്പോൾ കാണാവേ, കണ്ട ഇതാണ് നമ്മളുടെ ന്യൂറോണിൻ്റെ പിക്ചർ. ആ വലിയൊരു റൗണ്ട് പോർഷൻ കണ്ടില്ലേ, സെൽ ബോഡി എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. നടുവിലൊരു ന്യൂക്ലിയസ് ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് അവിടെ സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസത്തിന് ആ യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് മോർ ഓവർ നിസൽസ് ഗ്രാന്യൂൾസ് എന്ന് പറഞ്ഞാൽ അവിടെ തരിതരി പോലെ കാണിച്ചിരിക്കുന്നത് കണ്ടോ. ആൻഡ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ടില്ല, ആ ബ്രാഞ്ചസിലും ചെറിയ റെഡ് ഡോട്ട്സ് പോലെ കാണുന്നുണ്ട്. ആ ബ്രാഞ്ചസിനെ ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കാം. ഇനി സെൽ ബോഡി നിങ്ങൾ നീളത്തിൽ താഴോട്ട് വന്നിരിക്കുന്നത് കണ്ടോ, ദാറ്റ് ഇസ് ആക്സോൺ. ആൻഡ് ആക്സോണിന് ഇങ്ങനെ കുറച്ച് ബ്രാഞ്ചസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് സിനാപ്റ്റിക് നോബും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ദിസ് ഇസ് ദ മേജർ പോർഷൻ. ഡെൻഡ്രൈറ്റ്സ് ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നു, സെൽ ബോഡിക്ക് കൊടുക്കുന്നു, സെൽ ബോഡി ആക്സോണിന് കൊടുക്കുന്നു, ആക്സോണ് സിനാപ്സിന് അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബിന് കൊടുത്തിട്ട് അത് സിനാപ്സിലോട്ട് എത്തും. ഇനി ഒരു കാര്യം നിങ്ങൾ ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളുടെ ആക്സോണിനെ കവർ ചെയ്തിട്ട് ഒരുപാട് സെല്ലുകൾ കാണാൻ പറ്റും. ആ സെല്ലാണ് ആ ഒരു പേർപ്പിൾ കളറിൽ കാണുന്നത്. ദാറ്റ് ഇസ് ഷ്വാൻ സെൽസ്. ഈ ഷ്വാൻ സെൽസ് ഒരുപാട് എണ്ണം ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ഷീറ്റ് മാതിരത്തെ സ്ട്രക്ചറാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയാം. കണ്ടോ, മൈലിൻ ഷീറ്റാണ് ലേബിൾ ചെയ്തിട്ടുണ്ട്. മൈലിൻ ഷീറ്റിന് പൊതുവേ ഒരു ഷൈനി വൈറ്റ് കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി ഈ ന്യൂറോണിനെ നോക്കുമ്പോൾ ഭയങ്കര ഷൈനി വൈറ്റ് കളർ എവിടെയൊക്കെ ഉണ്ട്, അതിനർത്ഥം അവിടെ മൈലിൻ ഷീറ്റ് ഉണ്ടെന്നാണ്. പിടികിട്ടിയോ? അങ്ങനെ പിന്നെ ഈ ഒരു ഷ്വാൻ സെൽ അല്ലെങ്കിൽ മൈലിൻ ഷീറ്റിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു ഗ്യാപ്പുകളുണ്ട്. അതിനെയാണ് നമ്മൾ നോഡ് ഓഫ് റൺവീർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. എനിവേ ഗ്യാപ്പ് ബിറ്റ്വീൻ ദിസ് ഷ്വാൻ സെൽസ് അല്ലെങ്കിൽ മൈലിൻ ഷീറ്റിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ്, അതിന് നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ നോഡ്സ് ഓഫ് റൺവീർ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. പിടികിട്ടിയോ? യെസ്. അപ്പോൾ ഇനി നമ്മൾക്ക് ടൈപ്സ് ഓഫ് ന്യൂറോൺസിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. നമ്മളുടെ ന്യൂറോണിന് എത്ര ആക്സോൺ, എത്ര ഡെൻഡ്രൈറ്റ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ന്യൂറോൺസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപോളാർ, ബൈപോളാർ, യൂണിപോളാർ. മൾട്ടിപോളാർ എന്ന് പറഞ്ഞാൽ ഒരു ആക്സോണും 2 2 കൂടുതലോ ഡെൻഡ്രൈറ്റ്സോ ഉള്ളതാണ് മൾട്ടിപോളാർ. ഒരു ആക്സോൺ 2 2 കൂടുതലോ ഡെൻഡ്രൈറ്റ്സ്. സെറിബ്രൽ കോർട്ടെക്സ് പോർഷനിലൊക്കെ അത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഇനി ബൈപോളാർ എന്ന് പറഞ്ഞാൽ ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും, അത്രയേ ഉള്ളൂ. കണ്ണിൽ റെറ്റിനയൊക്കെ ഇല്ലേ, അവിടെയാണ് അത് കാണുക. ബൈ എന്ന് വെച്ചാൽ തന്നെ 2 നല്ല മീനിങ് അല്ലേ. അപ്പോൾ ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും കൂടെ ചേരുമ്പോൾ 2 പോർഷൻസ്, അങ്ങനെയാണ് ബൈപോളാർ വരുന്നത്. പിന്നെ യൂണിപോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആക്സോൺ മാത്രമേ കാണുള്ളൂ. പൊതുവേ അത്ര ഡെവലപ്ഡ് അല്ലാത്തൊരു ടൈപ്പ് ഓഫ് ന്യൂറോൺ ആണ് യൂണിപോളാർ എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പൊതുവേ എംബ്രയോണിക് സ്റ്റേജിലൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ യൂണിപോളാർ ആയിട്ടുള്ള ന്യൂറോൺസിനൊക്കെ കാണുന്നത് കേട്ടോ. യെസ്, ഇതാണ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. ഇനി അത് മാത്രമല്ല, 2 ടൈപ്പ് ആക്സോൺസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം 2 ടൈപ്പ് ന്യൂറോൺസ് ഉണ്ടെന്ന് തന്നെ പറയാം. മൈലിനേറ്റഡും നോൺ മൈലിനേറ്റഡും. മിസ് പറഞ്ഞില്ലേ, നമ്മളുടെ ആക്സോണിനെ കവർ ചെയ്തിട്ട് ഷ്വാൻ സെൽസ് കാണാൻ പറ്റും. ഒരുപാട് ഷ്വാൻ സെൽസ് ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു ഷീറ്റാണ് മൈലിൻ ഷീറ്റ് എന്ന് പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞു ഗ്യാപ്പ് ഉണ്ട്, അതിനെയാണ് മിസ് നോഡ്സ് ഓഫ് റൺവീർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു മൈലിൻ ഷീറ്റിന് എന്താണ്, ഷൈനി വൈറ്റ് കളറാണ്. അപ്പോൾ മൈക്രോസ്കോപ്പിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഷൈനി വൈറ്റ് കളർ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ മൈലിൻ ഷീറ്റ് ഉള്ള ന്യൂറോൺസ് അല്ലെങ്കിൽ ആക്സോൺസും ഉണ്ട്, മൈലിൻ ഷീറ്റ് ഇല്ലാത്തതുണ്ട്. മൈലിൻ ഷീറ്റ് ഉള്ളതിനെയാണ് നമ്മൾ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് അല്ലെങ്കിൽ മൈലിനേറ്റഡ് ആക്സോൺസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. പൊതുവെ മൈലിനേറ്റഡ് ആയിട്ടുള്ള ന്യൂറോൺസ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക സ്പൈനൽ കോർഡിലും അതുപോലെ ബ്രെയിനിലൊക്കെയാണ്. സ്പൈനൽ കോർഡിൽ നിന്ന് റൈസ് ചെയ്യുന്ന ന്യൂറോൺസിനെ സ്പൈനൽ നെർവ്സ് എന്നും നമ്മുടെ ബ്രെയിനിൽ നിന്ന് റൈസ് ചെയ്യുന്നതിനെ ക്രേനിയൽ നെർവ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അതുകൊണ്ടാണ് ഈ മൈലിനേറ്റഡ് നെർവ് ഫൈബേഴ്സ് സ്പൈനൽ ആൻഡ് ക്രേനിയൽ നെർവ്സിൽ കാണാം എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ബ്രെയിനും സ്പൈനൽ കോർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നെർവ്സിലൊക്കെ മൈലിൻ ഷീറ്റ് ഉണ്ട്. സോ ബേസിക്കലി ദേ ആർ ഓൾ മൈലിനേറ്റഡ് ആയിട്ടുള്ള ആക്സോൺസ് അല്ലെങ്കിൽ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് ഫൈബേഴ്സ്. ഇനി രണ്ടാമത്തത് ദാറ്റ് ഇസ് നോൺ മൈലിനേറ്റഡ് അല്ലെങ്കിൽ അൺമൈലിനേറ്റഡ് എന്ന് വിളിക്കും. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സോണിനെ കവർ ചെയ്തിട്ട് ഷ്വാൻസെൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തില്ല, മൈലിൻ ഷീറ്റ് അല്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ന്യൂറോണാണ് അല്ലെങ്കിൽ നെർവാണ് അൺമൈലിനേറ്റഡ് എന്ന് പറയാം. പൊതുവെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിനകത്തൊക്കെയാണ് പൊതുവെ ഇത്തരത്തിലുള്ള ന്യൂറോൺസ് കാണൽ. പക്ഷെ ഇത് വളരെ റെയർ ആണെന്നുള്ളതും കൂടെ ഒന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഡെൻഡ്രൈറ്റ്സ് ആക്സോൺ ഉണ്ടെന്നുള്ളതിനനുസരിച്ചിട്ടും മൈലിൻ ഷീറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചത്. ഓക്കെ അല്ലേ? ശരി, ഇനി നമ്മൾ ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ടോപ്പിക്കിലോട്ടാണ് പോകുന്നത്. വൺ ഓഫ് ദ തിങ് ഈസ് ലൈക്ക് എല്ലാ ന്യൂറോൺസിനെയും നമ്മൾക്ക് എക്സൈറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് യൂഷ്വലി നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അയോൺ ചാനൽസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എക്സൈറ്റേഷൻ നടക്കുന്നത്, എങ്ങനെയാണ് ഈ അയോൺ ചാനൽസ് വർക്ക് ചെയ്യുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിക്ചറും അതിലെന്താണ് നടക്കുന്നതെന്നുള്ളതുമാണ് താഴെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ യൂഷ്വലി നിങ്ങൾക്ക് ആ ലൈൻ പോലെ കാണാൻ പറ്റുന്നത് ദാറ്റ് ഈസ് നമ്മളുടെ ആക്സോൺ. ആക്സോണിൻ്റെ പുറത്ത് ഭാഗത്ത് ഔട്ടർ സൈഡിൽ യൂഷ്വലി പോസിറ്റീവ് ചാർജസും അകത്ത് എപ്പോഴും ഇന്നർ സൈഡിൽ നെഗറ്റീവ് ചാർജസുമാണ്. ഓർക്കുക, നോർമലായിട്ടുള്ള റെസ്റ്റിംഗ് മെംബ്രെയിൻ ആയിരിക്കും. റെസ്റ്റിംഗ് സ്റ്റേറ്റിലായിരിക്കുമ്പോൾ പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ്. ഇനി
നമ്മളെന്താ പഠിക്കാൻ വേണ്ടി പോകുന്നത്? ഇമ്പൾസസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നോർമലായിട്ടുള്ള റെസ്റ്റിംഗ് അവസ്ഥയിലിരിക്കുന്ന ആക്സോണിൻ്റെ ഒരു പോർഷനിൽ നമ്മൾ എന്താ സംഭവിക്കുക? ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പം തന്നെ എന്ത് സംഭവിക്കും എന്നറിയാമോ? സോഡിയം പമ്പ്, NA പമ്പ് എന്ന് മിസ് എഴുതിയേക്കുന്നത് ദാറ്റ് ഇസ് സോഡിയം പമ്പ്. സോഡിയം പമ്പ് ഓപ്പൺ ചെയ്യും ആൻഡ് പുറത്ത് നമ്മളുടെ ആക്സോണിൻ്റെ പുറത്ത് കാണുന്ന കംപ്ലീറ്റ് സോഡിയവും എങ്ങോട്ട് കയറും? ആക്സോണിൻ്റെ അകത്തേക്ക് കയറും. റെസ്റ്റിംഗ് അവസ്ഥയിൽ സോഡിയത്തിൻ്റെ അയോൺസ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ ആക്സോണിൻ്റെ പുറത്താണ്. ആൻഡ് പൊട്ടാസ്യം അയോൺസ് ഏറ്റവും കുറവായിട്ടായിരിക്കും നമ്മൾക്ക് എവിടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക? അകത്ത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. അപ്പോൾ പുറത്ത് സോഡിയം അയോൺസ് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്ത സോഡിയം പമ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പുറത്തുള്ള എല്ലാ സോഡിയംസും ആക്സോണിൻ്റെ അകത്തേക്ക് കയറും. ആക്സോണിൻ്റെ അകത്തേക്ക് എത്തും. പിടികിട്ടിയോ? ആൻഡ് ആക്സോണിൻ്റെ അകത്തേക്ക് ഇങ്ങനെ സോഡിയം എത്തുന്നതിനെയാണ് നമ്മൾ ഇൻഫ്ലക്സ് ഓഫ് സോഡിയം, ഇൻഫ്ലക്സ് ഓഫ് NA എന്ന് എഴുതിയിരിക്കുന്നത് ഇൻഫ്ലക്സ് ഓഫ് സോഡിയമാണ്. ഇൻഫ്ലക്സ് ഓഫ് സോഡിയം എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടായിരിക്കാം. അങ്ങനെ സോഡിയം ഈ ആക്സോണിൻ്റെ അകത്ത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിൻ്റെ ചാർജസിലൊരു വ്യത്യാസം വരും. ദാറ്റ് മീൻസ് പുറത്ത് പോസിറ്റീവും അകത്ത് നെഗറ്റീവുമായിട്ടിരിക്കുകയായിരുന്നു അല്ലേ, അതിലൊരു വ്യത്യാസം വരുന്നു. വ്യത്യാസം വരുന്ന കണ്ടീഷനെ നമ്മൾ ഡീപോളറൈസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഡീപോളറൈസ്ഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവായിട്ട് മാറും. കാരണം ഇപ്പം അകത്താണ് സോഡിയം കൂടുതൽ. സോഡിയം എവിടെയാണോ കൂടുതലുണ്ടായിരുന്നത് അവിടെ ആയിരിക്കും പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക. ഇപ്പം അകത്ത് സോഡിയം കൂടുതലായതുകൊണ്ട് അകത്ത് പോസിറ്റീവ് ചാർജ് വരും, പുറത്ത് നെഗറ്റീവ് ചാർജ് വരും. അങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത്. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ തന്നെ നിൽക്കില്ല, അത് അടുത്ത പോർഷനിലോട്ട് പോകും. ആൻഡ് അടുത്ത പോർഷനിലോട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ബൈ ദ ടൈം എന്ത് സംഭവിക്കും? സോഡിയം പമ്പ് ലൈക്ക് ഈ പറഞ്ഞ പോലെ പാസ് ചെയ്ത് പോകും. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ A, B എന്ന് രണ്ട് പോർഷൻസ് കാണാം. A പച്ച കളറിൽ കൊടുത്തേക്കുന്നു, B ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നു. ആ Aയിലാണ് ഏറ്റവും ആദ്യം ഈ ഒരു സോഡിയം അകത്തേക്ക് കയറിയതും റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ചേഞ്ച് ഉണ്ടായതും ഡീപോളറൈസ്ഡ് കണ്ടീഷനൊക്കെ വന്നത് അല്ലേ. അപ്പോൾ അവിടുത്തെ ചാർജുകൾ റിവേഴ്സ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അകത്ത് പോസിറ്റീവായി പുറത്ത് നെഗറ്റീവായി. എന്നിട്ട് അത് അവിടെ തന്നെ നിന്നില്ല, തൊട്ടടുത്തുള്ള പോർഷനിലോട്ട് അത് കൊടുത്തു. ദാറ്റ് ഇസ് B പോർഷൻ. അങ്ങനെ അവിടുത്തെ ചാർജുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? അവിടുത്തെ ചാർജുകൾ നേരെ തിരിയാനായിട്ട് തുടങ്ങും. അകത്ത് പോസിറ്റീവും പുറത്ത് നെഗറ്റീവാകും. Bയിൽ ചാർജുകൾ മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ Aയിൽ എന്താവും? പഴയ പോലെയാവും. ആൻഡ് ഇങ്ങനെ ഇത് ട്രാൻസ്ഫർ ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് എങ്ങോട്ടാണ് എത്തിക്കേണ്ടത് അവിടെ വരെ അത് പോകുന്നുണ്ടായിരിക്കും. ആൻഡ് അവസാനം അൾട്ടിമേറ്റ് അതിന് എത്തേണ്ട സ്ഥലം എത്തിക്കഴിയുമ്പോഴത്തേക്ക് സോഡിയം പമ്പ് ക്ലോസ് ചെയ്യും. സോഡിയം പമ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉണ്ടായിരുന്ന സോഡിയം എല്ലാം തിരിച്ച് പുറത്തോട്ട് വരും. ആൻഡ് അങ്ങനെ വരുമ്പോഴത്തേക്കും റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് പഴയ പോലെ പുറത്ത് പോസിറ്റീവ് അകത്ത് നെഗറ്റീവ് എന്നുള്ള ആ ഒരു റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ തിരിച്ചു കിട്ടും. ഇങ്ങനെയാണ് സംഭവിക്കുക. ജസ്റ്റ് ഒന്ന് നോക്കി ഇരുന്നൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിടികിട്ടിയോ? ഒന്നാമത്തെ കാര്യം, ഈ സോഡിയം പമ്പ് തുറക്കുമ്പോഴാണ് സോഡിയം അകത്തേക്ക് കയറുന്നതും ചാർജ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതും. അത് അവിടെ തന്നെ നിൽക്കത്തില്ല, അഡ്ജസന്റ് പാർട്ടിലോട്ട് പാസ് ചെയ്ത് കൊടുക്കും. അഡ്ജസന്റ് പാർട്ടിലോട്ട് പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഇപ്പോൾ A എന്ന് പറഞ്ഞ പോർഷനിലാണ് ഏറ്റവും ആദ്യം ഇത് സംഭവിച്ചത് അല്ലേ. ഡീപോളറൈസ്ഡ് ആയത് Aയിലായിരുന്നു. അത് Bയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ A വീണ്ടും എന്തായിട്ട് മാറും? പഴയ പോലെയാവും. ഇനി B അത് Cക്ക് കൊടുത്തു കഴിഞ്ഞാൽ B വീണ്ടും പഴയ പോലെയാവും. അങ്ങനെയാണ് അവർ പാസ് ചെയ്ത് പോവുക. അവസാനം ഈ സോഡിയം പമ്പ് ക്ലോസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ഉണ്ടായിട്ടുള്ള ഡീപോളറൈസ്ഡ് കണ്ടീഷൻ മാറി സാധാരണ ഒരു റെസ്റ്റിംഗ് പൊട്ടൻഷ്യലോട്ട് തിരിച്ചെത്താനും കൂടെ സാധിക്കും. പിടികിട്ടിയോ? ഇങ്ങനെയാണ് നമ്മൾ നെർവ് ഇമ്പൾസിനെ ജനറേറ്റ് ചെയ്യുന്നതും കണ്ടക്ട് ചെയ്യുന്നതും. ഇനി ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരു ന്യൂറോണിക്കൂടെ ഇത് പാസ് ചെയ്യുന്നത് മിസ് ഓൾറെഡി പറഞ്ഞു. ഡെൻഡ്രൈറ്റ് റിസീവ് ചെയ്യുന്നു, സെൽ ബോഡിക്ക് കൊടുക്കുന്നു ഇമ്പൾസിനെ, സെൽ ബോഡി അത് ആക്സോണിന് കൊടുക്കുന്നു, ആക്സോൺ അത് നെർവ് എൻഡിങ് അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബിന് കൊടുക്കുന്നു. സിനാപ്റ്റിക് നോബ് കഴിഞ്ഞിട്ടുണ്ടാകുന്നത് ഒരു ഗ്യാപ്പാണ്. അടുത്ത ന്യൂറോണിൻ്റെയും ആദ്യത്തെ ന്യൂറോണിൻ്റെയും രണ്ടാമത്തെ ന്യൂറോണിൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോൾ ഈ ഗ്യാപ്പിൽ കൂടെ എങ്ങനെ പാസ് ചെയ്യും? ദാറ്റ് ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ്? ഗ്യാപ്പിൽ നമ്മൾ പറഞ്ഞു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്, ദാർ കെമിക്കൽസ്, അവർ ഈ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, രണ്ട് ന്യൂറോണുകൾക്കിടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കും. സിനാപ്സിന് മുൻപുള്ളതിന് നമ്മൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്നും സിനാപ്സിന് ശേഷമുള്ളതിന് നമ്മൾ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്നും കൂടെ പറഞ്ഞിട്ട് വിളിക്കും. ഓക്കെ. ആൻഡ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് ടൈപ്പ് സിനാപ്സസ് ഉണ്ട്. ഇലക്ട്രിക്കൽ സിനാപ്സ് ഉണ്ട്, അതുപോലെ കെമിക്കൽ സിനാപ്സസ് ഉണ്ട്. ഇവർ തമ്മിൽ നമ്മളിങ്ങനെ വ്യത്യാസപ്പെടുന്നതിന് കാരണം അവർ എത്രത്തോളം അടുത്താണ് ഇരിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. ഓക്കെ. ഭയങ്കര അടുത്തായിരിക്കുന്നത് രണ്ട് ന്യൂറോണുകൾ ഒത്തിരി അടുത്തായിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കിടയിലുള്ള കുഞ്ഞു ഗ്യാപ്പിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. കാരണം ഇവർ ഈ ഇമ്പൾസസ് കൊണ്ടുവരുന്നത് ഇലക്ട്രിക് ചാർജസിൻ്റെ രൂപത്തിലാണല്ലോ. ആ ഇലക്ട്രിക് ചാർജസിനെ ആദ്യത്തെ ന്യൂറോണിൽ നിന്ന് രണ്ടാമത്തെ ന്യൂറോണിലോട്ട് ഈസി ആയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ജമ്പ് ചെയ്ത് ഈ സിനാപ്സ് ജമ്പ് ചെയ്ത് രണ്ടാമത്തെ ന്യൂറോണിലോട്ട് എത്താൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സോ കെമിക്കൽസിൻ്റെ ഒന്നും സഹായം ആവശ്യമില്ല. കാരണം രണ്ട് ന്യൂറോൺസും അടുത്താണ് ഇരിക്കുന്നത്, സിനാപ്സിന് അധികം ഗ്യാപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് ന്യൂറോണിൽ നിന്ന് ഈസി ആയിട്ട് സെക്കൻഡ് ന്യൂറോണിലോട്ട് എന്ത് പറ്റും? ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് പാസ് ചെയ്ത് പോകും. അപ്പോൾ അത്തരത്തിൽ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് തന്നെ പാസ് ചെയ്ത് പോകുന്ന സിനാപ്സസിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിനാപ്സസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. ഇനി രണ്ടാമത്തത്, ദാറ്റ് ഇസ് കെമിക്കൽ സിനാപ്സ് എന്ന് പറയുന്നത്.
കെമിക്കൽ സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ന്യൂറോണുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ ഒരു ഫ്ലൂയിഡ് ഫിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കെമിക്കലുണ്ട്, ദാറ്റ് ഇസ് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ. ആൻഡ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഈ സിനാപ്സിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ആദ്യത്തെ ന്യൂറോണിൽ ഉണ്ടായിട്ടുള്ള ഇമ്പൾസസിനെ നമ്മൾക്ക് രണ്ടാമത്തെ ന്യൂറോണിലോട്ട് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരല്പം അകലം ഈ രണ്ട് ന്യൂറോണുകൾക്കിടയിൽ ഉള്ളത് കൊണ്ടും ഈ ഗ്യാപ്പിൽ ഒരു കെമിക്കൽ ഉള്ളത് കൊണ്ടും നമ്മൾ ഈ സിനാപ്സിനെ എന്ത് വിളിക്കും? കെമിക്കൽ സിനാപ്സിസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് ഈ ഗ്യാപ്പിനകത്തുള്ള കെമിക്കൽ ഉണ്ടല്ലോ, ദാറ്റ് ഇസ് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഒന്നാമത്തെ ന്യൂറോണിൽ നിന്ന് രണ്ടാമത്തെ ന്യൂറോണിലോട്ട് ഈ ഇമ്പൾസസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? സഹായിക്കുന്നുണ്ടായിരിക്കുക എന്നുള്ളത് ഓർക്കുക. ഓക്കെ, യെസ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ആക്സോണിൻ്റെ ബ്രാഞ്ചസിൻ്റെ അറ്റത്തുള്ള റൗണ്ട് ഷേപ്പിലുള്ള സാധനങ്ങളാണ് അല്ലേ. ആൻഡ് അതിനെ സിനാപ്റ്റിക് നോബ് എന്ന് വിളിച്ചപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സിനാപ്റ്റിക് നോബിനകത്ത് കുറച്ച് വെസിക്കലുകളുണ്ട്, അതിന് നമ്മൾ സിനാപ്റ്റിക് വെസിക്കൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് ഈ സിനാപ്സിൽ ഓൾവേസ് എല്ലാ നേരവും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവില്ല, ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യപ്പെട്ടു എന്നൊരു സിഗ്നൽ കിട്ടിയാലാണ് എന്ത് വരിക? സിനാപ്സിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എത്തുന്നുണ്ടായിരിക്കുക. അതെങ്ങനെയാണ് എത്തുന്നത്? അതാണ് നമ്മളിതാ ഒരു പിക്ചറിലൂടെ കാണിച്ചു തരുന്നതാണ് മിസ്സിന് കുറച്ചുകൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പിക്ചർ വെച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, ആ മഞ്ഞ കളറിൽ കൊടുത്തേക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു സിനാപ്റ്റിക് നോബാണ്. അവിടെ നിങ്ങൾക്ക് ആ റൗണ്ട് പോലെ വെള്ള കളറിൽ കാണാൻ പറ്റുന്നില്ല, ദാറ്റ് ഇസ് ആക്ച്വലി സിനാപ്റ്റിക് വെസിക്കൽസ്. അതിനകത്ത് എന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. ഇത് സിനാപ്റ്റിക് നോബിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഒരു ഇമ്പൾസ് ജനറേറ്റ് ചെയ്യപ്പെട്ടു എന്നറിഞ്ഞാൽ ആ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മഞ്ഞയും പിന്നെ പച്ചയും, പച്ച എന്ന് പറയുന്നത് അടുത്ത ന്യൂറോണോ അടുത്ത മസിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലോട്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വരേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഈ ഒരു ഗ്യാപ്പിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് സിനാപ്റ്റിക് വെസിക്കലുകൾ പയ്യെ എന്ത് ചെയ്യാൻ തുടങ്ങുമെന്നറിയാമോ? നമ്മളുടെ ഈ സിനാപ്റ്റിക് നോബിൻ്റെ അറ്റത്തുള്ള ആ മെംബ്രെയിൻ ഉണ്ടല്ലോ, മെംബ്രെയിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മെല്ലെ മൂവ് ചെയ്യാൻ തുടങ്ങും. കണ്ടോ, ദൂരെ ഇരിക്കുകയായിരുന്നു, പക്ഷേ അവരടുത്തേക്ക് അടുത്തേക്ക് നീങ്ങിയതിന് ശേഷം ദാറ്റ് മീൻസ് ആ സിനാപ്റ്റിക് നോബിൻ്റെ എൻഡിലോട്ട് ആ ഒരു എൻഡ് പോർഷനിലോട്ട് നീങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ മെച്യൂർ ആകുന്നു. മെച്യൂർ ആയിട്ട് അവർ ബ്രേക്ക് ചെയ്യും. ഈ സിനാപ്റ്റിക് വെസിക്കിൾ ബ്രേക്ക് ചെയ്യും. അങ്ങനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന സിനാപ്റ്റിക് വെസിക്കലിനകത്തുണ്ടായിരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം എങ്ങോട്ടെത്തും? ഈ ഒരു ഗ്യാപ്പിലേക്ക് എത്തും. അതാണ് നിങ്ങൾ ആ കുഞ്ഞു ഡോട്ട്സ് പോലെ കാണാൻ പറ്റുന്നില്ലേ? ദാറ്റ് ഇസ് ആക്ച്വലി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലേ, മുകളിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. ആ സിനാപ്റ്റിക് വെസിക്കിൾ പൊട്ടുമ്പോഴത്തേക്കുമാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ സിനാപ്സിലോട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? സ്പ്രെഡ് ആവുന്നുണ്ടായിരിക്കുക. അങ്ങനെ പല സിനാപ്റ്റിക് വെസിക്കിൾസും ബ്രേക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈ സിനാപ്സിലോട്ട് റിലീസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഈസി ആയിട്ട് ഈ വരുന്ന ഇമ്പൾസിന് ഒന്നാമത്തെ ന്യൂറോണിൽ നിന്ന് രണ്ടാമത്തെ ന്യൂറോണിലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. പിടികിട്ടിയോ? ദിസ് ഇസ് വാട്ട് ഐ ഹാവ് റിട്ടൺ ഹിയർ. കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് മിസ് പറഞ്ഞത്. അതിനകത്ത് മാത്രമല്ല, റിലീസ് ചെയ്തിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അടുത്ത ഇതുണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ അടുത്തൊരു ഡെൻഡ്രൈറ്റ് അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു മസിൽ ഫൈബർ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ടല്ലോ. സിനാപ്സിന് ശേഷമുള്ളൊരു ന്യൂറോണോ മസിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, അവിടുത്തെ റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. ആ റിസപ്റ്റേഴ്സുമായിട്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ത് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് ചെയ്യും. ആൻഡ് ബൈൻഡിങ് കാരണം അയോൺ ചാനൽസ് ഓപ്പൺ ആകും. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ടൊരു പുതിയ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എക്സൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പൊട്ടൻഷ്യൽ ആകാം, അല്ലെങ്കിൽ ഇൻഹിബിറ്റിംഗ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആകാം. അതുകൊണ്ടാണ് ഈ പിക്ചറിൽ അയോൺ ചാനൽസ്, വോൾട്ടേജ് ഗേറ്റഡ് അയോൺ ചാനൽസ് എഴുതിയേക്കുന്നത്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആ സിനാപ്സിൽ എത്തിക്കഴിഞ്ഞ് ആ ഒരു ലൈക്ക് കണ്ടോ, നിങ്ങൾ ആ പിങ്ക് കളറിൽ ലേബൽ ചെയ്തിരിക്കുന്നത് ദാറ്റ് ഇസ് റിസപ്റ്റേഴ്സ്. ന്യൂറോ ട്രാൻസ്മിറ്റർ വന്ന് ബൈൻഡ് ചെയ്യുന്ന റിസപ്റ്ററുകളാണ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ റിസപ്റ്ററുമായിട്ട് ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ബൈൻഡ് ചെയ്താലാണ് നമ്മൾ നേരത്തെ കണ്ട അയോൺ ചാനലുകൾ എന്ത് ചെയ്യുള്ളൂ? ഓപ്പൺ ആവുള്ളൂ. ആൻഡ് അങ്ങനെ എന്നാൽ മാത്രമേ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. അങ്ങനെ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നത് ദാറ്റ് വിൽ ബി ഐദർ എക്സൈറ്റേറ്ററി അല്ലെങ്കിൽ ഇൻഹിബിറ്ററി. പിടികിട്ടിയോ? യെസ്, ഇതാണ് ഒരു ഐഡിയ എങ്ങനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത്. ഓക്കെ, ഇനി ദ വെരി ലാസ്റ്റ് തിങ് ദാറ്റ് ഇസ് റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് റിഫ്ലെക്സ് ആർക്ക്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് വിചാരിക്കുക. ആൻഡ് ഇങ്ങനെ ക്ലാസ്സിലോട്ട് വരുന്നവരേക്കും ഞാൻ തെന്നി വീണു എന്ന് വിചാരിക്കും, ക്ലാസ്സിൻ്റെ ലൈക്ക് ഫ്രണ്ട് വരാന്തയിൽ വെച്ചിട്ട്.
നിങ്ങളത് കാണുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ഒരു നിങ്ങളിൽ ഒരാൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഫസ്റ്റ് തിങ് അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെന്നെ പിടിക്കാൻ ശ്രമിക്കുന്നതാകാം അല്ലേ. ഇത് വളരെ അൺകോൺഷ്യസ് ആയിട്ട് ഇൻവോളണ്ടറി ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു റിയാക്ഷനാണ്. നിങ്ങൾ ആരും പഠിപ്പിച്ചിട്ടില്ല. ലൈക്ക് ഒരാൾ വീഴാൻ പോകുമ്പോൾ അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് ആയെന്ന പോലെ കാണിക്കണം, അങ്ങനെയൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. ഇറ്റ്സ് ആൻ ഇൻവോളണ്ടറി റിയാക്ഷൻ. ഞാൻ വീണു എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയ സ്റ്റിമുലസ് അല്ലേ. നിങ്ങളുടെ ബോഡി അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷനാണത്. അപ്പോൾ അത്തരത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾക്കൊരു സ്റ്റിമുലസ് കിട്ടുമ്പോൾ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റിയാക്ഷനുകളെയാണ് അല്ലെങ്കിൽ റെസ്പോൺസുകളെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. ഇപ്പോൾ നമ്മളൊരു ചൂട് പാത്രത്തിൽ നമ്മൾ കൈ കൊണ്ടു, അപ്പം തന്നെ നമ്മളത് വിടും അല്ലേ. കൈ ചൂട് പാത്രത്തിൽ കൊണ്ടു എന്ന് പറയുന്നതാണ് അവിടുത്തെ സ്റ്റിമുലസ് അല്ലേ. ആൻഡ് നമ്മൾ കൈ വിട്ടു എന്ന് പറയുന്നതാണ് അവിടുത്തെ റെസ്പോൺസ്. അപ്പോൾ ഇതൊന്നും നടക്കുന്നതിന് ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല അല്ലേ. ആൻഡ് മോർ ഓവർ വളരെ ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇത് നടക്കുന്നു. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ബോഡിയിൽ ഒരു സ്റ്റിമുലസ് ഉണ്ടാകുന്നു ആൻഡ് അതിനുള്ളൊരു റെസ്പോൺസ് നമ്മളുടെ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നു. ദിസ് ഇസ് വാട്ട് യു കോൾ ആസ് റിഫ്ലെക്സ് ആക്ഷൻ. ആൻഡ് ഈ റിഫ്ലെക്സ് ആക്ഷൻ നടക്കുന്നതിനൊരു ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്പുകളുണ്ട്. റിഫ്ലെക്സ് ആക്ഷൻ നടക്കുന്ന സ്റ്റെപ്പുകൾ ഒരുമിച്ചാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കേണ്ടായിരിക്കുക. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മളുടെ റിഫ്ലെക്സ് ആക്ഷൻസ് ബോഡിയിൽ ഉണ്ടാകുന്നതിനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റമാണ്. ഇൻവോളണ്ടറി ആയിട്ടോ നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടോ ഒക്കെ നടത്തുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ബോഡിയിൽ ഉള്ള ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡൊക്കെ ഈ റിഫ്ലെക്സ് ആക്ഷൻ്റെ ചെറിയ തോതിലെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പാത്രത്തിൽ തൊട്ടു, ചൂടുപാത്രമായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ അതിനെ വിടണം, അത് കൈ വിടണം എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ചിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, അവിചാരിതമായിട്ട് ചെയ്യുന്നതാണ് അല്ലേ. അത് ചെയ്യിക്കുന്നത് നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള ബ്രെയിനോ അല്ലെങ്കിൽ സ്പൈനൽ കോഡോ ആരെങ്കിലും ഒരാളായിരിക്കും. പിടികിട്ടിയോ? യെസ്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഞാനിവിടെ പിക്ചർ വെച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒരാളുടെ കാലിൽ ഒരു പിന്ന് കൊണ്ടു, ഒരു മുള്ളോ ആണിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടു, അതാണ് സ്റ്റിമുലസ് എന്ന് വിചാരിക്കാം. അപ്പോൾ സ്കിന്നിനകത്തുള്ള റിസപ്റ്റർ സെല്ലുകൾ ഈ സ്റ്റിമുലസിനെ റിസീവ് ചെയ്യും. ഇമ്പൾസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്തു. ആ ഇമ്പൾസിനെ കൊണ്ടുപോവാണ്. കണ്ടോ ആരോ മാർക്ക്, ഒരു പർപ്പിൾ കളറിൽ ആരോ മാർക്ക് കണ്ടോ? ആ ആരോ മാർക്ക് നേരെ മുകളിലോട്ടാണ് ഉള്ളത്. കാലിൽ കൂടെ അത് പാസ് ചെയ്ത് എൻ്റെ ബോഡി കൂടെ പാസ് ചെയ്ത് അവസാനം അത് എവിടെ എത്തും? അവിടെ ഒരു ആഷ് കളറിലെ പോർഷൻ ലേബൽ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, സ്പൈനൽ കോഡ്. ദാറ്റ് വിൽ ബി അൾട്ടിമേറ്റ്ലി റീച്ചിങ് ദ സ്പൈനൽ കോഡ്. അപ്പം ഈ ഉണ്ടായിട്ടുള്ള ഇമ്പൾസിനെ നമ്മൾ സ്പൈനൽ കോഡിൽ എത്തിക്കുന്നു. വയലറ്റ് കളറിൽ കാണിച്ചേക്കുന്ന ആരോ മാർക്ക് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? സെൻസറി ന്യൂറോൺ. അപ്പോൾ നമ്മളുടെ കാലിലുണ്ടാകുന്ന ഇമ്പൾസ്, നമ്മുടെ കാലിൽ നിന്നല്ല നമ്മുടെ ബോഡിയുടെ എവിടെ ഉണ്ടാകുന്ന ഇമ്പൾസ് ആയാലും അതിനെ ക്യാരി ചെയ്ത് സ്പൈനൽ കോഡിലോട്ട് എത്തിക്കുന്ന ന്യൂറോണുകളെയാണ് നമ്മൾ സെൻസറി ന്യൂറോൺ അല്ലെങ്കിൽ അഫറൻറ്റ് ന്യൂറോൺ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം. സെൻസറി ന്യൂറോണിൻ്റെ വേറെ പേരാണ് കേട്ടോ. അപ്പോൾ ബോഡി പാർട്ടിൽ നിന്ന് സ്പൈനൽ കോഡിലോട്ട് ക്യാരി ചെയ്യുന്നത് സെൻസറി ന്യൂറോൺ. ഈ സെൻസറി ന്യൂറോണ് ഈ ഇമ്പൾസും കൊണ്ട് സ്പൈനൽ കോഡിൽ ചെല്ലുമ്പോൾ അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടി സ്പൈനൽ കോഡ് നേരിട്ടല്ലായിരിക്കുക, അവിടെ വേറൊരു ന്യൂറോൺ ഉണ്ടായിരിക്കും. അതാണ് യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് റിലേ ന്യൂറോൺ. റിലേ ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻസറി ന്യൂറോൺ കൊണ്ടുവരുന്ന ഇമ്പൾസസിനെ വാങ്ങാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആളാണ് റിലേ ന്യൂറോൺ. റിലേ ന്യൂറോണിന് സെൻസറി ന്യൂറോൺ കൊണ്ടുവന്നിട്ടുള്ള ഇമ്പൾസസ് കൊടുക്കും. ഈ റിലേ ന്യൂറോൺ അത് ആർക്കാ കൊടുക്കാന്ന് അറിയാമോ? സ്പൈനൽ കോഡിന് കൊടുക്കുന്നു. സ്പൈനൽ കോഡ് എന്താണ് അവസ്ഥ എന്നുള്ളത് അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ്, എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്താണ് കമാൻഡ്, എന്താണ് ഇനി ഈ ഒരു കാലമുള്ളിൽ കൊണ്ടിരിക്കുകയാണല്ലോ, അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം, ഒരു സൊല്യൂഷൻ നമ്മളുടെ സ്പൈനൽ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആർക്ക് തന്നെ കൊടുക്കും? റിലേ ന്യൂറോണിന് തന്നെ കൊടുക്കും. അപ്പോൾ ഈ സ്പൈനൽ കോഡിൻ്റെ ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റ് പോലെയാണ് റിലേ ന്യൂറോൺ. സ്പൈനൽ കോഡിന് ഓരോരോ സാധനങ്ങൾ വാങ്ങി കൊടുക്കുന്നത് ഈ റിലേ ന്യൂറോണാണ്. സ്പൈനൽ കോഡ് പറയുന്ന ഓരോ കാര്യങ്ങൾ തിരിച്ചു കൊടുക്കുന്നതും ആര് തന്നെയാണ്? റിലേ ന്യൂറോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൻസറി ന്യൂറോൺ കൊണ്ടുവന്ന ഇമ്പൾസിനെ വാങ്ങിച്ചത് റിലേ ന്യൂറോൺ ആയിരുന്നു. റിലേ ന്യൂറോൺ അത് സ്പൈനൽ കോഡിന് വേണ്ടി കൊടുത്തു. സ്പൈനൽ കോഡ് ആ സിറ്റുവേഷൻ അനലൈസ് ചെയ്തു, അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു. ആ സൊല്യൂഷൻ വാങ്ങിക്കുന്നതും ആര് തന്നെയാണ്? റിലേ ന്യൂറോൺ തന്നെയാണ്. ഈ റിലേ ന്യൂറോൺ പിന്നീട് ഈ സൊല്യൂഷൻ ആർക്ക് കൊടുക്കുമെന്ന് അറിയാമോ? ആ പച്ച കളറിൽ ലേബൽ ചെയ്തേക്കുന്നത് ദാറ്റ് ഈസ് മോട്ടോർ ന്യൂറോൺ. നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നുള്ള മെസ്സേജുകളെ നമ്മുടെ ബോഡിയിലെ പാർട്സിലോട്ട് കൊണ്ടുവരുന്ന ന്യൂറോണാണ് മോട്ടോർ ന്യൂറോൺ എന്ന് പറയുന്നത്. സ്പൈനൽ കോഡിലോട്ട് കൊണ്ടുപോകുന്നത്, ബോഡിയിൽ നിന്ന് സ്പൈനൽ കോഡിലോട്ട് കൊണ്ടുപോകുന്നത് സെൻസറി ന്യൂറോൺ. സ്പൈനൽ കോഡിൽ നിന്ന് ബോഡിയിലോട്ട് കൊണ്ടുവരുന്നത് മോട്ടോർ ന്യൂറോൺ. വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ റിലേ ന്യൂറോൺ എന്ത് ചെയ്തു? ഈ ഒരു സൊല്യൂഷൻ അടങ്ങിയിട്ടുള്ള മെസ്സേജ് മോട്ടോർ ന്യൂറോണിന് കൊടുക്കും. മോട്ടോർ ന്യൂറോൺ അതുകൊണ്ട് വരുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? എവിടെയാണോ മുള്ളു കൊണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത മസിലിലോട്ടാണ്. ഇപ്പോൾ കാലിലാണ് മുള്ളു കൊണ്ടത്, കാലിൻ്റെ ഏറ്റവും അടുത്തുള്ള മസിലിലോട്ട് വരും. ആൻഡ് ഇവിടെ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാല് എന്ത് ചെയ്യാൻ പറ്റും? പിൻവലിക്കാൻ പറ്റും. പിടികിട്ടിയോ? അങ്ങനെ. ആൻഡ് മോർ ഓവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂഷ്വലി നമ്മൾ മസിലുകളെ അല്ലെങ്കിൽ ഈ ഒരു മോട്ടോർ ന്യൂറോൺ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അതിനെ റിസീവ് ചെയ്യുന്നവരെ നമ്മൾ ഇഫക്റ്റർ എന്നും കൂടെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് മസിലിനെ അവിടെ ഇഫക്റ്റർ എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ പേരിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മറന്നു പോകാനായിട്ട് പാടില്ല. ദിസ് ഇസ് ഇറ്റ്. പിടികിട്ടിയോ? അങ്ങനെ.
ഇതാണൊരു എൻറ്റയർ റിഫ്ലെക്സ് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഇതൊരു സ്പെസിഫിക് പാത്വേ ആണ് അല്ലേ, ഒരുപാട് ന്യൂറോണുകളും ഒക്കെയുള്ള ഒരു പാത്വേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് മോർ ഓവർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെൻസറി ന്യൂറോണിനെ അഫറൻറ്റ് ന്യൂറോൺ എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. കാരണം അതാണ് ഈ ഒരു ഇമ്പൾസിനെ കൊണ്ട് സ്പൈനൽ കോഡിലോട്ട് പോകുന്നത്. അപ്പോൾ അഫറൻറ്റ് എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് സംടൈംസ് നമ്മളതിനെ സെൻസറി ന്യൂറോൺ എന്ന് വിളിക്കാറുണ്ട്. രണ്ടുപേരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി തിരിച്ചു കൊണ്ടുവരുന്നത് മോട്ടോർ ന്യൂറോൺ ആയതുകൊണ്ട് മോട്ടോർ ന്യൂറോൺ നമ്മൾ ഇഫറൻറ്റ് ന്യൂറോൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട് കേട്ടോ, ഇഫറൻറ്റ് ന്യൂറോൺ. ഇനി സംടൈംസ് ഇതിപ്പോൾ ചെറിയ അവസ്ഥകളൊക്കെയാണ്. ഇപ്പോൾ വലിയ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സ്പൈനൽ കോഡിന് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം അന്നേരം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ദാറ്റ് വിൽ ബി ബ്രെയിൻ കേട്ടോ. അത് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ കൂടെ ഒക്കെ പോകുമ്പോൾ മാത്രമാണ് അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളത് ഓർത്താൽ മതി. പിടികിട്ടിയോ? യെസ്, ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് സംഭവം. ഞാനിതാണ് നിങ്ങളുടെ അടുത്ത് ആ പിക്ചർ വെച്ചിട്ട് പറഞ്ഞത്. ഒന്നിലധികം ന്യൂറോണൊക്കെ ഉണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ അഫറൻറ്റ് ന്യൂറോണ് സിഗ്നലിനെ സെൻസറി ഓർഗനിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുപോകും? സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഇസ്, ഞാൻ പറഞ്ഞു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ രണ്ടാളുകളുള്ളത്, ബ്രെയിൻ അല്ലെങ്കിൽ സ്പൈനൽ കോഡ്. അപ്പോൾ ഇവിടെ സ്പൈനൽ കോഡിലോട്ട് കൊണ്ടുപോകുന്നു. അത് അനലൈസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഇഫറൻറ്റ് ന്യൂറോൺ വഴിയായിട്ട് എങ്ങോട്ട് കൊണ്ടുവരും? ഇഫക്റ്ററിലോട്ട് കൊണ്ടുവരും. ഇഫക്റ്റർ എന്ന് പറയുന്നത് ആരാണ്? ഇവിടുത്തെ കേസിൽ മസിലുകളാണ്. മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൈ വലിക്കാൻ പറ്റും. ഇപ്പോൾ കയ്യിൽ മുള്ളു കൊണ്ടതാണ് എന്നുണ്ടെങ്കിൽ കൈ വലിക്കാം, കാലിൽ മുള്ളു കൊണ്ടതാണെങ്കിൽ കാല് വലിക്കാം. ഇപ്പോൾ ചൂടുപാത്രത്തിൽ കൊണ്ടതാണെന്നുണ്ടെങ്കിൽ കൈ വലിക്കണമെങ്കിൽ മസിൽസ് റിയാക്ട് ചെയ്യണം. അങ്ങനെ പിടികിട്ടിയോ? സോ ബേസിക്കലി ഇതാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു പാത്വേനെ നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് കൂടെ പറഞ്ഞിട്ട് വിളിക്കും. ക്ലിയർ ആണോ? ഇതാണ് എൻറ്റയർ ഐഡിയ ഓഫ് ന്യൂറോഫിസിയോളജി എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ തിങ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ദിസ് വാസ് ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് മനസ്സിലായി കാണും മിസ് പറഞ്ഞ കഥകളെന്നൊക്കെ ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് ഇത്രയാണ് നിങ്ങൾക്ക് സിലബസ് പ്രകാരം പഠിക്കാനുള്ളത് കേട്ടോ. ദിസ് ഇസ് ദ തിങ്. ആൻഡ് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് അത്യാവശ്യം എളുപ്പമാണ്, പക്ഷേ ആ ഒരു ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ അങ്ങനെയുള്ള ടോപ്പിക്സ് മാത്രം ഒരല്പം ടഫായിട്ട് എനിക്ക് പലപ്പോഴും കുട്ടികൾ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. അതൊക്കെ മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് ഒരല്പം കൂടെ മനസ്സിരുത്തി ഒന്ന് പഠിച്ചാൽ മതിയാവും കേട്ടോ. യെസ്, അങ്ങനെ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഉള്ള ടോപ്പിക്സാണ് ന്യൂറോഫിസിയോളജിയിലുള്ളത്. ഐ ഹോപ്പ് ദാറ്റ് ദിസ് വാസ് ഹെൽപ്ഫുൾ ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ഐ ഡിയും സോഷ്യൽ മീഡിയ ഐ ഡീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ദെൻ വേറെ എന്താ പറയാനുള്ളത്? എക്സാം എടുക്കാറായി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ആൻഡ് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. മടി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, യെസ്. അപ്പോൾ ഐ തിങ്ക് വി ഷാൽ വൈൻഡ് അപ്പ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ദെൻ വൺ മോർ തിങ്, നമ്മളുടെ ചാനലിൽ ഓൾറെഡി നിങ്ങളുടെ സെറ്റ് സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട് നമ്മൾ. അതിപ്പോൾ സെറ്റിൻ്റെ ഒരു ടൈറ്റിൽ ഇട്ടിട്ടായിരിക്കില്ല ചെയ്തിട്ടുണ്ടാവുക, അല്ലാതെ ടൈറ്റിൽസ് ഇട്ടിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഞാനത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ സെറ്റ് പഠിക്കുന്ന കുട്ടികൾ ഈ കമ്മ്യൂണിറ്റി ടാബിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കാണുക കേട്ടോ. ദാറ്റ് ഈസ് ഓൾസോ ഫ്രം യുവർ സിലബസ്. ഓൾറെഡി സിലബസിൽ നിന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തേക്കുന്നതുകൊണ്ട് ഇനി വീണ്ടും അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല. അത് ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. ഓക്കെ, യെസ്. അപ്പോൾ ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ന്യൂറോഫിസിയോളജി നമ്മൾ മടക്കി വയ്ക്കുന്നു. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയും പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.